ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞിട്ടിപ്പോൾ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് വിഷുവൊക്കെ ആഘോഷിച്ചോ? നല്ല സന്തോഷത്തോടു കൂടിയാണോ നിങ്ങളുടെ ആ ഒരു ദിവസം കടന്നു പോയിരിക്കുന്നതെന്നെല്ലാം പറയാം. അപ്പോൾ ഞാനൊരു യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പിന്നീടിടാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സീക്രട്ട് ഫീലിങ്സ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു സമയം കരുതുന്നത്, അവർക്ക് നിങ്ങളോട് ഏത് തരത്തിലുള്ള ഒരു സ്നേഹമാണ് തോന്നുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ ഒരു ഫീലിങ്സ് എല്ലാം നോക്കിയിട്ട്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിതെല്ലാം മാച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക, റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും അല്ല നിങ്ങളാണെന്നുണ്ടെങ്കിലും രണ്ടു പേരും വളരെയധികം ഒരു ഈഗോ ക്ലാഷിലിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കറൻ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളൊരു ഫീലിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് തന്നെ ആ ഒരു 4 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഒബ്സസ്ഡ് ആണ് നിങ്ങളിൽ. അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാളുടേതാവുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ അവരില്ലാതെ നിങ്ങൾ പോകുന്നതോ ജീവിക്കുന്നതൊന്നും ഈ ഒരു പേഴ്സൺ അത്രത്തോളം താല്പര്യമുള്ളൊരു കാര്യമല്ല. കാരണം ഇവർ പുറമേ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി പോലെയാണ്. നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ തന്നെ ആലോചിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ഹാപ്പി മൂമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഉടനടി ഡൗൺ ആയി പോകുന്നു. കാരണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് സന്തോഷങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായാലും അതൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത്രത്തോളം നിങ്ങൾ ഈ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പരസ്പരം പ്രണയിക്കുന്ന വ്യക്തികളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ തരത്തിലാണ് നിങ്ങളുടെ ഒരു എനർജീസ് ഉള്ളത്. അപ്പോൾ രണ്ടുപേരുടെയും സ്നേഹം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലായിരിക്കും. എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. ആളുകൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിക്കും കാര്യങ്ങൾക്കും അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതികൾക്കുമൊക്കെ ഒരു വ്യത്യാസം കാണും. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം പൊസസീവാണ് നിങ്ങളിൽ, അല്ലെങ്കിൽ അത്രത്തോളം ഒബ്സസ്ഡ് ആണ്. പക്ഷേ എങ്കിലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നു. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇല്ലാത്തതിൽ നിങ്ങളും വല്ലാതെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേ സമയം ഈ ഒരു പേഴ്സണോട് മിണ്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അവരോട് ചെന്ന് സംസാരിക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കും ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ തമ്മിലൊരു ഈഗോ ക്ലാഷ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞതുപോലെ ഒബ്സസ്ഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അത്രത്തോളം പോസസീവ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം അവർ വളരെയധികം സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മിണ്ടാനോ സംസാരിക്കാനോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബ്രേക്കപ്പ് ആയ സമയത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവരൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഫേവറബിൾ ആയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കില്ല ഈ ഒരു പേഴ്സൺ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും ഇപ്പോൾ അതേ നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന ആ ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി പോലെ നിങ്ങളെപ്പോഴും ഈ ഒരു പേഴ്സണെ ചിന്തിക്കുന്നുണ്ട്. ഇവരെ ചുറ്റിപ്പറ്റിയാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ താഴ്ന്നു കൊടുക്കാനായിട്ട് തയ്യാറല്ല. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം തുടക്കത്തിലെല്ലാം നിങ്ങൾ അത്രത്തോളം സംസാരിക്കാൻ ചെന്നപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റീസണെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഇവർ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് വിട്ടത് കാരണം ഇപ്പോൾ നിങ്ങളും അതേ നിലപാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പേഴ്സണ് നിങ്ങൾ കാര്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്ലോക്കൊന്നും ആയിരിക്കില്ല, രണ്ടു പേർക്കും
ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 പേർക്കും വേണമെങ്കിൽ കോൾ ചെയ്യാം, ബ്ലോക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിന് വാല്യൂ കൊടുക്കുന്നത് കൊണ്ട് എന്ത് പറ്റി, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നോട് മിണ്ടുന്നില്ല എന്നൊന്നും ചോദിച്ച് നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല. നിങ്ങൾ ആ ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു ഈഗോയിൽ തന്നെയാണ് നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്യൂൻ ഓഫ് സോർട്സ് എനർജി പോലെയാണ്. അതായത് എന്നോട് വന്നൊന്ന് മിണ്ടട്ടെ എന്നുള്ള എനർജിയിലാണ് അവരിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങോട്ട് ചെന്ന് ഓടിപ്പോയി സംസാരിച്ചിരുന്നെങ്കിൽ എന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഓടിച്ചെന്ന് ഇവരോട് സംസാരിക്കാനായിട്ടല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ഒരു ബാക്കപ്പ് എന്താണ് എന്നുള്ളത് ഇവിടെ കാണുന്നില്ല. നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയുമായിട്ടുള്ള ആ ഒരു ഇമോഷൻസാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബാക്കപ്പ് ഹിസ്റ്ററി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ടാണ് കരുതുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു തോട്ട് കൊണ്ടുള്ള ഒരു ഇതാവാം, അല്ലാന്നുണ്ടെങ്കിൽ പ്യുവർലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളെ ഏതോ തരത്തിൽ ചീറ്റ് ചെയ്തു. എന്നോടിങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അത്രത്തോളം സ്നേഹിച്ച വ്യക്തിയാണ്, അപ്പോൾ എന്നോട് കാണിച്ചത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും പതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു അകൽച്ചയായിരിക്കാം. കാരണം ചിലപ്പോൾ ഒരു 5 മിനിറ്റ് പോലും ഈ ഒരു പേഴ്സണെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. നിങ്ങൾ എപ്പോഴും ഇവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ ഫുഡ് കഴിച്ചോ എവിടെയാണ് എന്നൊക്കെ വിളിച്ച് തിരക്കിയിരുന്നൊരു വ്യക്തിയായിരിക്കാം. അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതിനുള്ള ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളിപ്പോൾ കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മറ്റേത് എന്ത് പറ്റി, എന്തുകൊണ്ടാണ് ഈ അവോയ്ഡിങ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കരഞ്ഞ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പരാധീനതകൾ മുഴുവൻ നിങ്ങൾ ഈ ഒരു പേഴ്സണെ അറിയിച്ചിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് കണ്ടോ എന്നോട് ഇത്ര സ്നേഹമുണ്ട് അവർക്ക്, ഒരിക്കലും ഇവരെന്നെ വിട്ടു പോവില്ല എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. സോ ഈ ഒരു പേഴ്സണ് അതാണൊരു പേടി, എന്തുകൊണ്ടിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാരെങ്കിലും കടന്നു വന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരോടുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് കുറഞ്ഞു പോയോ, ഇങ്ങനെയുള്ളൊരു ഡൗട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊന്ന് വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഒന്ന് പഴയതുപോലെ ആവാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ എന്നെല്ലാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു കാര്യം കിട്ടിക്കൊണ്ടിരുന്നത്, അത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് കിട്ടാതെ ആവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് ഡെക്ക് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ആ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് ആ ഒരു ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ, ഡിവൈൻ മെസ്കുലിൻ എനർജീസിൽ പെട്ടിട്ടുള്ള 2 വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. സോ നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്ന അത്രയും ആ ഒരു ട്രൂലി ഡീപ്ലി എന്ന് പറയുന്ന പോലെയുള്ള ഒരു കണക്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും കണക്ഷൻ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല, പാസ്റ്റ് ടെൻസ് അല്ല, കണക്ഷനാണ്. കാരണം നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിൽ രൂപകൽപ്പന ചെയ്തപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകിലേക്ക് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവർ പോകുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ, ഇനി വേണ്ട പുല്ലുപോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു. ഇങ്ങനെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ലൂപ്പ് പോലെയാണ്, ഒരു സൈക്കിളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 പേർക്കും പുറത്ത് കിടക്കാനായിട്ടാവില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യം. അപ്പോൾ നിങ്ങൾ 2 പേരുടെയും ലൈഫിനിടയ്ക്ക് പല വ്യക്തികളും വന്നു പോയിട്ടുണ്ടാവാം, ഇനിയും വരാനുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് തേർഡ് പാർട്ടിന്നോ അല്ലാന്നുണ്ടെങ്കിൽ സിറ്റുവേഷനായിട്ടോ ഏതൊക്കെ തരത്തിൽ ആൾക്കാർ വന്നു പോയി ഇരുന്ന് കഴിഞ്ഞാലും, നിങ്ങൾ ആരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങിന് ഒരു കുറവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ 2 പേരും അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന 2 വ്യക്തികൾ തന്നെയാണ്. അതിനിടയിൽ നിങ്ങൾക്കൊരു പരീക്ഷണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു പരീക്ഷണം എന്നോണം പലരും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റി കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ട്വിൻ ഫ്ലെയിമെന്നോ സോൾമേറ്റെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സോൾ നോട്ടെന്നോ ഒന്നും ഈ ഒരു പേഴ്സൺ അറിയണമെന്നുണ്ടാവുന്നില്ല. പക്ഷേ മറ്റൊരാളെയും പോലെയല്ല, നിങ്ങൾ സംതിങ് സ്പെഷ്യലാണ്, അവർക്ക് എൻ്റെ ലൈഫിൽ എന്തോ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ തിരിച്ചറിയാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെയാണ് അവരുടെ ഒരു ഫീലിംഗ്. അവർക്ക് വീണ്ടും നിങ്ങളോട് മിണ്ടണം, സംസാരിക്കണം,
ആ ഒരു ലവ് അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് അവർ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റഡി ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നിങ്ങൾ രണ്ട് പേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഈഗോയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മിണ്ടാനുള്ളൊരു മടി രണ്ട് പേർക്കും ഉള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഓൾറെഡി നിങ്ങൾ കുറച്ച് അവരുടെ പുറകെ നടന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനൊരു ഞാൻ ചെയ്യേണ്ടത് എന്തെങ്കിലും ചോദിച്ച് നിങ്ങൾ നടന്നിട്ടുള്ള വ്യക്തികളായിരിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ തട്ടിക്കളഞ്ഞതുകൊണ്ടായിരിക്കാം നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളെപ്പോഴും താണു നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇനി എങ്ങനെ വരും എന്നുള്ളൊരു ഈഗോയാണ് ഇവർക്കുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചീറ്റിംഗ്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലൊന്ന് മാനിപ്പുലേറ്റീവ് ഒക്കെ ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മടി ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളൊന്ന് വന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് അത്രത്തോളം ഒരു പുഷിങ് ഉണ്ട് നിങ്ങളിലേക്ക് വരാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഡെക്കിൽ കിട്ടിയിരിക്കുന്ന 6 ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ 5 ഓഫ് കപ്സിൻ്റെ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു പഴയ കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ഗുഡ് മെമ്മറീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ട് സന്തോഷിച്ചിരുന്ന ആ ഒരു മുഹൂർത്തങ്ങളെല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലൂടെ പലപ്പോഴും കടന്നു പോകുന്നുണ്ട്. അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷം തന്നിരുന്ന ഒരു കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുപോലെ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്കൊരു മിസ്സിങ് ഉണ്ടാവുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു വിഷമം ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 5 ഓഫ് കപ്സ് പോലെ അവർക്ക് പല കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തകൾ കയറി വരുന്നു. ഈ ഒരു തരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ നിങ്ങൾ അത്രത്തോളം തളർന്നു പോയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയിൽ നിന്ന് ഈ രീതിയിലുള്ളൊരു പെരുമാറ്റം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചീറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെ സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അതവർക്ക് ഓവർകം ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മൾ സ്നേഹിച്ച വ്യക്തി നമ്മളെ ചതിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലൊരു വിഷമം തോന്നുന്നത്. നമ്മുടെ ശത്രുവാണ് നമ്മളെ ചതിച്ചെങ്കിൽ പോലും നമുക്കത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു വ്യക്തി ചതിക്കുമ്പോൾ നമ്മൾ പാടെ തളർന്നു പോകും. നമ്മൾ മാത്രമല്ല എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അത് ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, എഫർമേഷൻസ് ചെയ്യുന്നുണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവരാണെങ്കിൽ അത് റിമൂവ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ആയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിൽ പവർ, നിങ്ങളുടെ ഒരു പ്രാർത്ഥന, ഏത് രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അവർക്കും ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ആ ഒരു പ്രേരണ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷൻ അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ ഓടണ കുട്ടിക്ക് ഒരു ഉന്ത് എന്ന് പറയുന്ന പോലെ നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സണ് കിട്ടുന്ന സ്ട്രൈക്ക് വേഗത്തിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണ്, ഈ ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ചീറ്റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റോ ഒക്കെ തന്നിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് അവരുടെ പുറകെ കാല് പിടിച്ച് നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളതെല്ലാം നിർത്തി. ഈ ഒരു പേഴ്സണോട് സ്നേഹമുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു റെസ്പോൺസോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ ഒരു സ്ട്രൈക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതുപോലെയാണോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളത് പറയുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെയുള്ള പല വഴികളും തേടി നടന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നത് പോലും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്താണ്, അഫർമേഷൻ എന്താണ് യൂണിവേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നിങ്ങൾക്ക് ഇതിലൂടെ എല്ലാം കടന്നു പോകാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്ത് വീണ്ടും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെയൊക്കെ അർത്ഥം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട മാറ്റം ഇതൊക്കെ തന്നെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഏത് കാർഡ് എടുത്ത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാലും
ഈ ഒരു പേഴ്സൺ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അവരപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു ഈഗോ ക്ലാഷിലൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഇനിയിപ്പോൾ നിങ്ങൾ മിണ്ടാനായിട്ട് ചെല്ലുന്നില്ല, നിങ്ങൾ കുറച്ച് ബലം പിടിച്ചിരിക്കുകയാണ്, വാശിയിലാണെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തും പറഞ്ഞാണ് നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത്, ഏത് രീതിയിൽ സമീപിക്കണം എന്നുള്ളതെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ക്യൂരിയസ് ആണ്, എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നു പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവരിവിടെ ആഗ്രഹിക്കുന്ന ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള തുടക്കം തന്നെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വളരെ ഭദ്രമായിട്ട് കെയർഫുള്ളായിട്ടുള്ളൊരു തുടക്കം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി അത് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ജസ്റ്റിസ് കാർഡ് പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനൊരു നീതി കിട്ടും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു കർമ്മ, നിങ്ങളുടെ രണ്ടുപേരുടെയും കർമ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സഹിച്ച ആ ഒരു കണ്ണീര്, നിങ്ങളുടെ വേദന, നിങ്ങളുടെ പ്രാർത്ഥന, ഇതിനെല്ലാം റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടിയിരിക്കുന്നത് ജൂലൈ മന്താണ്. ലിയോ സോഡിയാക് സൈൻ, പാലക്കാട് ഡിസ്ട്രിക്റ്റ്, നമ്പർ 29, നമ്പർ 27, ലെറ്റർ Q, കോട്ടയം, നമ്പർ 12, ആലപ്പുഴ, കൊല്ലം, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ L, ലെറ്റർ P, ലെറ്റർ Y, സെപ്റ്റംബർ മന്ത്, നമ്പർ 23, Sagittarius zodiac sign, Gemini zodiac sign, ലെറ്റർ D ആണ് കേട്ടോ, ലെറ്റർ J, നമ്പർ 13, ലെറ്റർ X, ഏരീസ് zodiac sign, പത്തനംതിട്ട, നമ്പർ 10, ഏപ്രിൽ മന്ത്, ആൻഡ് ലാസ്റ്റ് കോഴിക്കോട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനർജീസ്, ക്ലൂസ്, ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലാണ് കടന്നു പോയിട്ട് ഉള്ളതെങ്കിൽ പോലും തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹവും ഇഷ്ടമെല്ലാം ഉണ്ട്. അവർ എന്താ പറയുക, നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ്. ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള വ്യക്തികളാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്ട്രൈക്ക് അവർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അത് നമ്മൾ ക്ലെയിം ചെയ്യുക. എപ്പോഴും നമ്മളുടെ സ്വന്തമാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.